നമസ്കാരം. നാം മുന്നോട്ടിൻ്റെ പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും സാമൂഹ്യ തലത്തിലും ഇടതുപക്ഷ സർക്കാർ നടത്തി വന്ന ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളിലേക്ക് ഒരു എത്തിനോട്ടമാണ് ഇന്നത്തെ പ്രത്യേക എപ്പിസോഡ്. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയൊരു മുന്നേറ്റമാണ് സർക്കാർ നടത്തിയത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളമായ കണ്ണൂർ വിമാനത്താവളം ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് വികസന രംഗത്ത് മലബാർ മേഖലയുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയാണ്. ലോകത്തോളം വളർന്ന മലയാളിയുടെ വികസന സങ്കല്പങ്ങൾക്ക് പുതിയ ആകാശം തീർത്തുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഡിസംബറിൽ നടത്തപ്പെട്ടത്. പ്രവാസികളുടെ ഗൾഫ് യാത്ര ഏറെ നടക്കുന്ന വടക്കേ മലബാറിലെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളും ഒപ്പം അനുബന്ധ തൊഴിൽ സാധ്യതകളും നൽകുന്നതിന് കണ്ണൂർ വിമാനത്താവളം വഴിയൊരുക്കുന്നു. 4000 മീറ്റർ റൺവേ വരുന്ന വിമാനത്താവളത്തിൽ 3050 മീറ്ററും പൂർത്തിയായി കഴിഞ്ഞു. രാജ്യത്തെ ആദ്യത്തെ സെൽഫ് ചെക്കിംഗ് ബാഗേജ് സംവിധാനം, 48 ചെക്ക് ഇൻ കൗണ്ടറുകൾ, 16 ഇമിഗ്രേഷൻ കൗണ്ടറുകൾ, ലഗേജുകൾ പുറത്തെത്തിക്കാൻ 3 കൺവെയർ ബെൽറ്റുകൾ എന്നിവ കണ്ണൂർ വിമാനത്താവളത്തിലുണ്ട്. പരിസ്ഥിതി സൗഹൃദപൂർണമാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. വടക്കേ മലബാറിന്റെ വിനോദസഞ്ചാര മേഖലയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്നതിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വരും വർഷങ്ങളിൽ വലിയ പങ്ക് വഹിക്കും. കോവളം മുതൽ കാസർഗോഡ് വരെ നടപ്പിലാക്കാൻ പോകുന്ന ദേശീയ ജലപാത പരിസ്ഥിതി സൗഹൃദ വികസനത്തിന് ഊന്നൽ നൽകുന്നു. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സജ്ജമാക്കിയ ജലപാതയും പാർവതി പുത്തനാർ അടക്കമുള്ള ജലാശയങ്ങൾ വീണ്ടെടുക്കുന്നതിനുള്ള നവീകരണ പ്രവർത്തനങ്ങളും സർക്കാർ നടത്തിവരുന്നു. കടൽ കടന്നെത്തിയ കപ്പലുകളും പുഴ കടന്നെത്തിയ തോണികൾ തീർത്ത ഉൾനാടൻ ജലപാതകളുമാണ് കേരളീയ സമൂഹത്തിന്റെ വികസനത്തിന് തുഴയെറിഞ്ഞിട്ടത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നടപ്പിലാക്കിയ ദേശീയ ജലപാത വികസനവും 2020 ലക്ഷ്യം വയ്ക്കുന്ന കോവളം മുതൽ കാസർഗോഡ് വരെയുള്ള ജലപാതയുടെ വികസന വേഗവും ദൃഢനിശ്ചയമുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണ്. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം, ആലുവ, കൊച്ചി, വൈക്കം, ചേർത്തല, ആലപ്പുഴ, കായംകുളം, കൊല്ലം തുടങ്ങിയ മേഖലകളെ ബന്ധിപ്പിക്കുന്ന ജലപാത, കോട്ടയം വൈക്കം കനാൽ, ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാൽ, ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലുകൾ എന്നിവ ദേശീയ ജലപാതയുടെ ഭാഗമായി വരുമ്പോൾ നഗരഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാകുന്നു. 150 കോടിയോളം മുടക്കി പുത്തൻ ഉണർവ് നൽകിയ പാർവതി പുത്തനാർ നമുക്ക് മുന്നിലൂടെ ഒഴുകുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ദേശീയ ജലപാത വികസന രംഗത്ത് പ്രവചനാതീതമായ നേട്ടം കൈവരിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. വികസനത്തിലേക്കുള്ള രാജപാതകളായ റോഡുകളുടെ നിർമ്മാണത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്ന സർക്കാർ ഗ്രാമീണ മേഖലയിലടക്കം പാലങ്ങളും മേൽപ്പാലങ്ങളും നിർമ്മിച്ചു. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത കൊല്ലം ബൈപ്പാസിന്റെ സ്ഥലം ഏറ്റെടുക്കലും നിർമ്മാണ പ്രവർത്തനങ്ങളും അതിവേഗം പൂർത്തിയാക്കാൻ സർക്കാരിന് സാധിച്ചു. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് അതിശയിപ്പിക്കുന്ന നേട്ടങ്ങളും അതിജീവനങ്ങളുമാണ് 1000 ദിവസങ്ങൾ കൊണ്ട് സാധ്യമാക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പൊതുമരാമത്ത് നയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇടത് സർക്കാർ പ്രവർത്തനം തുടങ്ങിയത്. പുതിയ കാലം പുതിയ നിർമ്മാണം എന്ന മുദ്രാവാക്യത്തോടു കൂടിയ ഹരിതചട്ടം ഉപയോഗിച്ചുകൊണ്ടുള്ള പൊതുമരാമത്ത് നയമാണ് സർക്കാരിൻ്റേത്. ഉപയോഗശൂന്യമായ വസ്തുക്കൾ റീസൈക്കിൾ ചെയ്തുകൊണ്ട് ടാറിംഗ് നടത്തുന്ന ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആലപ്പുഴയിലെ പുറക്കാട് പാറപ്പിള്ളി, അമ്പലപ്പുഴ തിരുവല്ല,
പത്തനംതിട്ടയിലെ ആനകുളം റോഡുകൾ എന്നിവ നിർമ്മിക്കുകയുണ്ടായി. കാസർഗോഡ് നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെയുള്ള വിവിധ റോഡുകൾ ബന്ധിപ്പിച്ച് 2500 കോടി രൂപയുടെ 1251 കിലോമീറ്റർ മലയോര ഹൈവേ നടപടികൾ പൂർത്തിയായി വരുന്നു. ദേശീയപാത വികസന രംഗത്ത് ചടുലമായ വികസന നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടത്. പ്രധാനമന്ത്രി ഈ വർഷം ഉദ്ഘാടനം ചെയ്ത കൊല്ലം ബൈപ്പാസിന്റെ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ അതിവേഗം നടപ്പിലാക്കിയത് ഇടത് സർക്കാരാണ്. തലശ്ശേരി മാഹി ബൈപ്പാസ്, ആലപ്പുഴ ബൈപ്പാസ് എന്നിവയുടെ നിർമ്മാണം തകൃതിയായി പുരോഗമിക്കുന്നു. സ്ത്രീപക്ഷ സർക്കാരാണ് കേരളത്തിൻ്റേത് എന്ന അഭിമാനത്തോടെ പറയുന്ന മുഖ്യമന്ത്രിയാണ് നമ്മുടേത്. സ്ത്രീ സുരക്ഷയിലും വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങളുടെ 3 വർഷങ്ങളാണ് കടന്നുപോയത്. പുതിയതായി സർക്കാർ വനിതാ ശിശുക്ഷേമ വകുപ്പ് രൂപീകരിച്ചു. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ മിത്ര ഹെൽപ്പ് ലൈൻ, പിങ്ക് പോലീസ് തുടങ്ങി നിരവധി സേവനങ്ങളും നടപ്പാക്കി വരുന്നു. പൊതുയിടങ്ങൾ സ്ത്രീ സൗഹൃദമാക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് സൗകര്യപ്രദമായ രീതിയിലേക്ക് അവയെ മാറ്റിപ്പണിയേണ്ടതുണ്ട്. വൃത്തിയുള്ള ടോയ്ലറ്റുകൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, വിശ്രമമുറികൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇതിന്റെ ഭാഗമായി സർക്കാർ വിഭാവനം ചെയ്ത കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ സൗഹൃദ കാത്തിരിപ്പ് കേന്ദ്രം കഴക്കൂട്ടത്ത് തുടങ്ങി. റേഡിയോ, മൊബൈൽ ചാർജർ പോയിന്റ്, CCTV, ടോയ്ലറ്റുകൾ, മുലയൂട്ടൽ കേന്ദ്രം, സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ആധുനിക മാതൃകയിലാണ് ഈ കാത്തിരിപ്പ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ മുഴുവൻ വിഭാഗങ്ങളിലും ശ്രദ്ധ നൽകിക്കൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ടു പോകുന്നത്. സമസ്ത മേഖലകളിലും പുരോഗതിയും സാമൂഹ്യ മാറ്റവും ഇക്കഴിഞ്ഞ 1000 ദിവസങ്ങളിൽ കൊണ്ടുവന്നതിന്റെ നിറവിലാണ് ഈ സർക്കാർ. അത് നമുക്കായി ഒരു പുതിയ കേരളത്തെ തന്നെ സമ്മാനിച്ചിരിക്കുകയാണ്. രാത്രി പുറത്തിറങ്ങി ജോലിയിൽ ഇപ്പോൾ ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. ഒരുമിച്ച് എന്ന് ചോദിച്ചു, സർക്കാർ നടപ്പാക്കി തന്നു. ഇവിടെ അവസരങ്ങൾ ഒരുപാടുണ്ട്, നമ്മളത് ഉപയോഗിച്ചാൽ മതി. നമ്മുടെ കരുത്ത് നാടിനായി. മാറ്റം തുടങ്ങുന്നത് വീടുകളിൽ നിന്നാണ്. നമുക്ക് സ്വപ്നം കാണാം കടലോളം. വികസിത രാജ്യങ്ങളുടേതിന് സമാനമായ രീതിയിൽ ഒരുക്കിയ അടുക്കളയും AC സൗകര്യവും അടക്കമുള്ള സ്ത്രീകൾക്കായുള്ള രാത്രികാല അഭയകേന്ദ്രമാണ് എൻ്റെ കൂട്. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു പദ്ധതിയാണിത്. ഒരു ദൃശ്യവിവരണത്തിലേക്ക് പോകാം. എൻ്റെ കൂട്, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ആദ്യത്തെ രാത്രികാല വിശ്രമ കേന്ദ്രം. തിരുവനന്തപുരത്ത് തമ്പാനൂർ ബസ് ടെർമിനലിന്റെ 8ാം നിലയിലാണ് എൻ്റെ കൂട് പ്രവർത്തിക്കുന്നത്. ഡോർമെട്രി സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. തുടർച്ചയായി 3 ദിവസം ഉൾപ്പെടെ ഒരേ സമയം 50 പേർക്ക് ഇവിടെ താമസിക്കാം. പൂർണ്ണമായും ശീതീകരിച്ചിട്ടുണ്ട്. വൈകിട്ട് 5 മണി മുതൽ രാവിലെ 7 മണി വരെ ഇവിടെ തങ്ങാവുന്നതാണ്. താമസവും ഭക്ഷണവും തികച്ചും സൗജന്യം. സ്ത്രീകൾക്കൊപ്പം എത്തുന്ന 12 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കും ഇവിടെ പ്രവേശനമുണ്ട്. ലോക്കർ സൗകര്യവും മുഴുവൻ സമയ സെക്യൂരിറ്റി സേവനവുമുണ്ട്. പ്രവേശന സമയത്ത് തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കണം. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശത്തിൽ സാമൂഹ്യനീതി വകുപ്പാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. തമ്പാനൂരിലെ എൻ്റെ കൂടിന് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിയിരിക്കുന്ന ഈ പദ്ധതി താമസിയാതെ മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് സാമൂഹ്യനീതി വകുപ്പ്. കേരളത്തെ ആകെ ഞെട്ടിച്ച ഓഖി ദുരന്തത്തിൽ അനാഥരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് മത്സ്യഫെഡിൽ ജോലി നൽകുക വഴി അവരുടെ കുടുംബങ്ങൾക്ക് താങ്ങും തണലുമാകാൻ സർക്കാരിന് സാധിച്ചു. 2017 ഡിസംബർ മാസത്തിൽ ജീവിതം മാർഗം തെളിക്കുന്ന കടലിന്റെ രൂക്ഷ താണ്ഡവത്തിൽ നമുക്ക് നഷ്ടമായത് സ്വന്തം സഹോദരങ്ങളെയാണ്.
ദുരന്തം അനാഥമാക്കിയ ജീവിതങ്ങളിൽ പ്രതീക്ഷയുടെ തിരി കൊളുത്തുകയാണ് കേരള സർക്കാർ. ഓഖിയിൽ മരിക്കുകയോ കാണാതാവുകയോ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ ഭാര്യമാർക്ക് മത്സ്യഫെഡിൽ നിയമനം നൽകി സർക്കാർ ഒരിക്കൽ കൂടി ഇവരോടുള്ള പ്രതിബദ്ധത തെളിയിക്കുകയാണ്. 42 പേർക്കാണ് നിയമനം നൽകിയിരിക്കുന്നത്. നമ്മൾ പുറത്തോട്ട് അങ്ങനെ ജോലിക്കായിട്ട് അങ്ങനെ പോയിട്ടുമില്ല. അപ്പം നമ്മളുടെ ഇനിയുള്ള സ്ഥിതി എന്താണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു വിഷമിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വലിയ ഉപകാരം. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുട്ടികൾക്കുള്ള സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയും സർക്കാർ നേരത്തെ നടപ്പാക്കിയിരുന്നു. കെട്ടുപോകുമായിരുന്ന ചില ജീവിതങ്ങളെങ്കിലും ഇന്ന് പുതിയ തിരിവെട്ടത്തിന്റെ പ്രകാശത്തിൽ ജ്വലിച്ചു തുടങ്ങുകയാണ്. സാമൂഹ്യക്ഷേമം, വിദ്യാഭ്യാസം, പോലീസ് തുടങ്ങി സമസ്ത മേഖലകളിലും സർക്കാർ മാറ്റം വരുത്തി. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ പ്രവേശനത്തിലുണ്ടായ വർധനവ് രാജ്യത്താകമാനം ശ്രദ്ധ നേടി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സംസ്ഥാനത്താകമാനം ഹൈടെക് ക്ലാസ് മുറികൾ തുറന്നു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തി പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുവാനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ തീവ്ര യജ്ഞം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മികച്ച ഫലം നൽകി തുടങ്ങിയിരിക്കുന്നു. 4752 സ്കൂളുകൾ ഇന്ന് ഹൈടെക് സ്കൂളുകളാണ്. ഇതിനായുള്ള സമഗ്ര വിഭവ പോർട്ടൽ ലഭ്യമാക്കി. 141 മികവിന്റെ കേന്ദ്രങ്ങൾക്ക് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ നൽകി. 1 മുതൽ 8 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം നൽകി. സർക്കാർ സ്കൂളുകളിൽ കൈത്തറി യൂണിഫോമും നൽകി. പാഠപുസ്തകങ്ങൾ അടുത്ത അധ്യയന വർഷത്തേക്കുള്ളതുകൂടി വിതരണം ചെയ്തു. 2018-19 വർഷത്തിൽ പൊതുവിദ്യാലയത്തിൽ അധികമായി അഡ്മിഷൻ നേടിയത് 1,84,728 കുട്ടികളാണ്. മുഖം മിനുക്കുകയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസം. മുന്നിൽ നിന്നു നയിക്കാൻ നമുക്കൊരു സർക്കാരുണ്ട്. സംസ്ഥാന പോലീസിൽ സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനായി സൈബർ ഡോം, സംസ്ഥാനത്തെ ആദ്യ വനിതാ പോലീസ് ബറ്റാലിയൻ, അഗ്നിശമന സേനയിൽ വനിതകൾക്ക് ജോലി എന്നിവ സർക്കാർ നടപ്പിലാക്കി. പൊതുജനങ്ങൾക്കായി സമൂഹ മാധ്യമങ്ങളിലൂടെ പോലീസ് നടത്തുന്ന ബോധവൽക്കരണം ഈ സർക്കാരിന്റെ സംഭാവനയാണ്. സമൂഹത്തിന്റെ കാവലാളുകളാണ് നമ്മുടെ പോലീസ്. ഈ സേനയെ കരുത്തുള്ള വിഭാഗമാക്കി മാറ്റുന്ന നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത്. സമൂഹത്തിലെ ഓരോ വിഭാഗത്തിലും സ്ത്രീക്ക് തുല്യമായ പ്രാധാന്യം കിട്ടേണ്ടതുണ്ട്. പോലീസിൽ വനിതാ പോലീസിന്റെ അംഗസംഖ്യ ഘട്ടം ഘട്ടമായി 15% ഉയർത്തുന്നതിന്റെ ഭാഗമായി 578 പേരടങ്ങുന്ന ആദ്യ സംഘം പരിശീലനം പൂർത്തിയാക്കി. ഇതിനൊപ്പം പ്രത്യേക പരിശീലനം നേടിയ വനിതാ കമാൻഡോ വിങ്ങും പോലീസ് സേനയുടെ ഭാഗമായി. അഗ്നിരക്ഷാ സേവന വകുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് 100 ഫയർ വുമൺ തസ്തികകൾ സർക്കാർ സൃഷ്ടിച്ചു. ഇതിനൊപ്പമാണ് പിങ്ക് പോലീസ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന സേവനങ്ങൾ. സൈബർ കുറ്റകൃത്യങ്ങളെ തടയാൻ പോലീസും സാങ്കേതിക വിദഗ്ധരും കൈകോർത്ത് പ്രവർത്തിക്കുന്ന സൈബർ ഡോം പദ്ധതി അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ കൂടി നേടി. സൈബർ ഇൻവെസ്റ്റിഗേഷനിലും ക്രമസമാധാന പാലനത്തിലും ഏറ്റവും മുന്നിലാണ് നമ്മുടെ സംസ്ഥാനം. പോലീസ് എന്നത് സംരക്ഷണത്തിന്റെ മറ്റൊരു പേരാവുകയാണ്. രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയാകർഷിച്ച പദ്ധതിയായിരുന്നു ഓഖി ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് സർക്കാർ നടപ്പിലാക്കിയ ഫ്ളാറ്റ് നിർമ്മാണ സംരംഭം. പ്രതികൂല കാലാവസ്ഥയിൽ വീടുകൾ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് സുസ്ഥിരവും സുരക്ഷിതവുമായ വാസസ്ഥലം ഒരുക്കാൻ സർക്കാരിന് സാധിച്ചു. ഇതിന്റെ വീഡിയോ റിപ്പോർട്ടിലേക്ക്. കടലിനോട് മല്ലിട്ട് ജീവിതം കെട്ടിപ്പടുക്കുന്നവർ കേരളത്തിന്റെ മത്സ്യത്തൊഴിലാളികൾ. കടൽക്ഷോഭത്തിൽ ചെറ്റയെല്ലാം മറിഞ്ഞൊക്കെ പോയി. അങ്ങനെ ക്യാമ്പിലാണ് 6 വർഷം വരെ കിടന്ന് കഷ്ടപ്പെട്ട് അടിയും വഴക്കും ചണ്ടകളും ക്യാമ്പിൽ കിടന്നൊക്കെ. പിന്നെ വാടക വീട്ടിലേക്ക് പോയി. തിരുവനന്തപുരം മുട്ടത്തറയിൽ 3.5 ഏക്കർ ഭൂമിയിൽ നിർമ്മിച്ച 192 വീടുകൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മത്സ്യത്തൊഴിലാളികൾക്കായി സമർപ്പിച്ചതോടെ
അടച്ചുറപ്പുള്ളൊരു വീട് എന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. കടലാക്രമണ ഭീഷണി മൂലം 6 വർഷത്തോളമായി വിവിധ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർക്കും തീരത്തിനടുത്ത വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നവർക്കും ഓഖി ദുരന്തത്തിൽ ഗൃഹനാഥൻ നഷ്ടപ്പെട്ട 4 കുടുംബങ്ങൾക്കും ഉൾപ്പെടെയാണ് 20 കോടിയോളം രൂപ ചിലവിൽ സർക്കാർ വീടുകൾ നിർമ്മിച്ചത്. ചരിത്രത്തിലാദ്യമായാണ് സർക്കാർ ഇത്രയും വേഗം ഒരു ഭവന പദ്ധതിയുടെ പണി പൂർത്തിയാക്കുന്നത്. നവോത്ഥാന മൂല്യങ്ങൾ ഉൾക്കൊണ്ട് കേരള സർക്കാർ ദേവസ്വം ബോർഡിൽ നടപ്പിലാക്കിയ അബ്രാഹ്മണ ശാന്തിമാരുടെ നിയമനം പുരോഗമനാശയങ്ങൾ മുറുകെ പിടിച്ച തീരുമാനമായിരുന്നു. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ വൻതുക ചെലവഴിച്ചാണ് സർക്കാർ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ വന്ന ക്ഷേത്രങ്ങളോട് ചേർന്ന നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് ശേഷം 21ാം നൂറ്റാണ്ടിൽ സർക്കാർ പിന്തുണയോടെ നടപ്പാക്കിയ പുരോഗമനപരമായ തീരുമാനമായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 6 ദളിതരടക്കം 36 അബ്രാഹ്മണ ശാന്തിമാരുടെ നിയമനം. PSC മാതൃകയിൽ പരീക്ഷയും അഭിമുഖവും മെറിറ്റ് പട്ടികയും സംവരണ പട്ടികയും മുഖേനയാണ് ശാന്തി തസ്തികയിലേക്കുള്ള നിയമന പട്ടിക ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തയ്യാറാക്കിയത്. ഒരു പൂജകന് വേണ്ടുന്നത് ആത്മസമർപ്പണമാണ് ഏറ്റവും പ്രധാന യോഗ്യതയായി കാണപ്പെടുന്നത്. അബ്രാഹ്മണരെ ശാന്തിമാരായി നിയമിക്കുന്നതും പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് 7 പേരെ ശാന്തിമാരായി നിയമിക്കുന്നതും ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സംഭവിക്കുന്നത്. ജാതിവർണ്ണ അസമത്വത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ പുരോഗമനപരമായ അടിസ്ഥാന മാറ്റങ്ങൾ ഈ സർക്കാർ കൃത്യമായി നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി ജാഗ്രതയോടെ നിലകൊള്ളുകയാണ് സർക്കാർ. ഭവനരഹിതർക്കായി 2000 വീടുകളാണ് കെയർ ഹോം പദ്ധതി പ്രകാരം ഒരുങ്ങുന്നത്. ഇതിൽ 228 വീടുകളുടെ താക്കോൽ കൈമാറിക്കഴിഞ്ഞു. പെയ്തിറങ്ങിയ മഹാപ്രളയം കടപുഴക്കിയെറിഞ്ഞത് കേരളത്തിൽ 10,000-ത്തിലധികം വരുന്ന വീടുകളെയായിരുന്നു. ഈ വീടുകളെ പുനർനിർമ്മിക്കാനായി മലയാളിയുടെ സാമൂഹ്യ സാമ്പത്തിക ശക്തിയായ സഹകരണ പ്രസ്ഥാനം കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു കെയർ ഹോം. കഴിഞ്ഞ ഡിസംബറിൽ ആരംഭിച്ച സർക്കാരിന്റെ കെയർ ഹോം പദ്ധതിയിലൂടെ 2000 വീടുകളാണ് അതിവേഗത്തിൽ നിർമ്മിക്കാനായി ആരംഭിച്ചത്. പണി തുടങ്ങി 3 മാസത്തിനകം ഫെബ്രുവരിയിൽ തന്നെ 228 വീടുകളുടെ പണി പൂർത്തിയായി താക്കോൽ ദാനം നടന്നു. 2 ബെഡ്റൂം, ഹാൾ, അടുക്കള തുടങ്ങി അറ്റാച്ച്ഡ് ബാത്റൂം അടക്കം ഒരുക്കിയ വീടുകൾ. 2 മാസത്തിനകം 2000 വീടുകളുടെയും പണി പൂർത്തിയാകും. പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയ വീടുകൾ തിരികെ നൽകി പുതിയൊരു ജീവിതം നൽകി നവകേരളം തീർക്കുന്നു ഇടതു സർക്കാർ. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ യാഥാർത്ഥ്യമാക്കാൻ ഇടതു സർക്കാരിന് സാധിച്ചു. ഭാവിയുടെ വികസനത്തിനായി കാലത്തിന് മുൻപേ നീങ്ങുകയാണ് ഈ ജനകീയ സർക്കാർ. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് സ്വന്തം ഭൂമിയിലാണ്. KSRTC പുതിയ ഇലക്ട്രിക് ബസ്സുകൾ. എനിക്കും കിട്ടി ഒരു വീട്. ആധുനിക നിലവാരമുള്ളതും രോഗീ സൗഹാർദ്ദപരവുമായി നമ്മുടെ സർക്കാർ ആശുപത്രികൾ. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട്. ഇപ്പൊ പഠിക്കാൻ നല്ല രസാ. വീടുകൾക്കും വാഹനങ്ങൾക്കും ചിലവ് കുറഞ്ഞ ഇന്ധനം ലഭ്യമാകും. ഇതാണ് എന്റെ പഠനമുറി. അന്നത്തിന്റെ കാര്യമാണ്, വിട്ടുവീഴ്ചകളില്ല. കേരളം കടന്നുപോകുന്ന വികസന മുന്നേറ്റത്തെക്കുറിച്ച് നാം മുന്നോട്ടിന്റെ ചർച്ചയിൽ വന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എല്ലാവരും ഓർത്തുവെക്കുന്ന ഒന്നായി. ആ വാക്കുകളിലേക്ക്. വിവാദം കൊണ്ട് കേരളത്തിന്റെ പുരോഗതി തടയാനുള്ള കാലം കഴിഞ്ഞു. അതിനി ആരും മോഹിക്കേണ്ടതില്ല. ഒരു വിവാദമുണ്ട്, അതുകൊണ്ട് പേര് മോശമായി പോകുമല്ലോ, എങ്ങനെയാണ് ഇനി അതിൻ്റെ അകത്തേക്ക് പോവുക, ആ ചിന്ത ഇപ്പം ഏതായാലും ഇല്ല.
നാടിന് ആവശ്യമായ കാര്യമാണ്. മുഖ്യമന്ത്രി ഇമേജിന് വേണ്ടി നിൽക്കില്ല, അതിന്റെ ഒരു ആവശ്യമില്ല. നാടിന് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ അത് അതിന്റെ വഴിക്ക് പോകും, വിവാദം വിവാദത്തിന്റെ വഴിക്കും പോകും. വിവാദങ്ങൾ ഇനി ഒരു വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സമാകില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മുടെ വികസന നയത്തിന്റെ അടിസ്ഥാന മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ നയമാറ്റത്തിന്റെ വികസന തേരിൽ കേരളം കുതിക്കുകയാണ്. അതെ, നാം മുന്നോട്ട്, കേരളം മുന്നോട്ട്.